വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീസ് പീയണിക്ക വെച്ചിട്ട് ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഇതിനകത്തുള്ള ഈ ഭാഗവും അതുപോലെ ഇതിൽ പുറത്തുള്ള ഈ തോടും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ പീസാക്കിയിട്ട് പിന്നെ ഈ മധ്യഭാഗത്ത് കാണുന്നതിൻ്റെ ഈ ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. മാറ്റിയിട്ട് അതിൻ്റെ തൊലിയും കൂടെ ഒന്ന് മാറ്റണം. ചിലർ ഈ തോടെടുക്കാറില്ല, നമ്മളിപ്പോൾ ഇതെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ എടുത്തിട്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കണം. കേട്ടോ, ഇതുപോലെ എല്ലാത്തിൻ്റെയും തോലും എടുത്തിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനത് കട്ട് ചെയ്തപ്പോൾ ഇതിന് 1 കപ്പുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഞാൻ ബിഗിനേഴ്സൊക്കെ ചെയ്യുമല്ലോ, അവർക്കൊരളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കപ്പ് അളവ് കാണിച്ചത്. അതുകൊണ്ട് ഇതുപോലെ തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് സാധാരണ നമ്മൾ തോരന് പിന്നെ കട്ട് ചെയ്യുന്നത് പോലെയല്ല, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് സാമാന്യം കുറച്ച് ഇത്രയും വലിപ്പത്തിന്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ചുവന്ന മുളക്, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് കറി, കട്ടിലിരിക്കുന്ന ഞാൻ തീരില്ല എന്നൊക്കെ പറയാം. ഓക്കെ, അതിൽ ശർക്കര ഉപ്പ് കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർക്കണം. ഉപ്പ് കൂടി പോകരുത്, കുറച്ച് ഇടുന്നോളൂ കേട്ടോ. ശരീരം ഉപ്പ് കൂടുതൽ പിടിക്കത്തില്ല, അത് കാരണം. ഇപ്പോൾ ഇതിന് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഇനി ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് മത്തങ്ങയേ ഉള്ളൂ, അത് കാരണം നമുക്ക് അരപ്പെല്ലാം കുറച്ച് മതി. 1 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ വന്നിട്ട് 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. 2 അല്ലി വെളുത്തുള്ളി. പിന്നെ വന്നിട്ട് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ജീരകം. ഓക്കെ, ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. സാധാരണ തോരന് നമ്മൾ ചതച്ചെടുക്കൂലേ, അതുപോലെ. അപ്പം ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മത്തങ്ങ എന്തായെന്ന് നോക്കാം. തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു വേണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. പക്ഷെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അത് കാരണം. ചില മത്തൻ്റെ വെള്ളം കൂടുതലങ്ങ് ഊറി വരും, ചിലതിൽ അത്രയ്ക്ക് വെള്ളം കാണത്തില്ല. അത് കാരണം തുറന്ന് നോക്കിക്കോണം. തീ കുറച്ച് വെച്ച് വേവിക്കണം. നോക്കാം, വെന്തിട്ടുണ്ട് കേട്ടോ. തീരെ കുഴയണ്ട, എന്നുവെച്ചാൽ നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരുപാടങ്ങ് കുഴഞ്ഞു കൊണ്ട. ഒരു വലിയ പീസ് എടുത്തതിന് നമുക്ക് നോക്കാം എന്തിട്ടാണോ. ചൂടാണ്ടോ, വെന്തിട്ടുണ്ട്, മതി. ഇനി നമുക്ക് ഇതിൽ അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ അരപ്പൊക്കെ ഒരുപാടായി പോയാലും കൊള്ളത്തില്ല കേട്ടോ.
ആവശ്യത്തിന് മതി തേങ്ങയൊക്കെ. ഞാനിപ്പോൾ 1 കപ്പ് പിന്നെ മത്തങ്ങ, അതായത് പീയണിക്ക് കട്ട് ചെയ്തതിന് 1/4 കപ്പ് തേങ്ങ എടുത്തോളൂ. അത് നമുക്ക് കറക്റ്റാണ്. കൂടുതൽ തേങ്ങ വേണ്ട. ഇത് കണ്ടോ, ഇത് തന്നെ ധാരാളം തേങ്ങയായിട്ട് കാണുന്നില്ലേ? ഇനിയിപ്പം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ശകലം ചേർക്കണം. പോരാ, എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ശകലം ഉപ്പും കൂടി ഇടുന്നേ. 1 പച്ചമുളക് ഇട്ടിട്ടും ആവശ്യത്തിന് എരിവുണ്ട്. അപ്പം നിങ്ങൾ മത്തങ്ങയുടെ അളവ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിക്കോണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ ചിലർ നമ്മൾ ഒരു പ്രാവശ്യം പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം അങ്ങനെ കമൻസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇപ്പം വീണ്ടും കമൻസിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ. വയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിത് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയിട്ട് ഒരുപാടൊന്നും വേവിക്കേണ്ടയോ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പീയണിക്കയും പയറും കൂട്ടുകറി, പെരുമ്പയറും കൂട്ടുകറി അങ്ങനെയൊക്കെയല്ലേ വെക്കാറുള്ളത്. അപ്പോൾ കുറച്ച് മാറ്റം ആയിക്കോട്ടെ. ഇതുകൊണ്ട് മെഴുക്കൊരു ടീം ഉണ്ടാക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടു, വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റിയും ആയിട്ടുള്ള ഹെൽത്തിയും ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കിയത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.